ഓ സോറി ഖോജിയനിയ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അനന്തരവൻ ഇതുവരെ ഇവിടേക്ക് വന്നില്ലേ? അമ്മാവൻ വന്ന സ്ഥിതിക്ക് പിന്നെ അനന്തരം വരാതിരിക്കില്ലല്ലോ. മാമാ ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ. നിങ്ങൾ മാമന്റെ അനന്തരവന്റെ കൈകൊട്ടിക്കളിയൊക്കെ കഴിഞ്ഞേക്ക് ഞാൻ എന്റെ പുതിയ കണ്ടുപിടുത്തത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. എത്ര നേരം കൊണ്ട് മനസ്സിലൊരു സമാധാനം ഇല്ലാതിരിക്കുകയാണെന്ന് അറിയോ? ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഭൂമിയിൽ വളരെയധികം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു. അത് തടയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ റോബോട്ടിക് വുഡ് പെക്കറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും മരം മുറിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ വുഡ് പെക്കർ അലാറം അടിച്ച് എന്നെ അറിയിക്കുന്നതാണ്. കൂടാതെ ഒന്നും നോക്കാതെ ആ മരത്തെ രക്ഷിക്കുകയും ചെയ്യും. ഈ ഇൻവെൻഷൻ വളരെ നല്ലതാണല്ലോ. ഈ മരം കൊത്തിയെ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ റെഡ് ബട്ടൺ അമർത്തിയാലാണോ ഇത് ഓണാവുന്നത്? എന്റെ പൊന്നമ്മാവ, നിങ്ങൾ എന്തിനാ ഡയറക്റ്റ് ആ റെഡ് ബട്ടൺ പിടിച്ചമർത്തിയത്? ഓ, ആ വുഡ് പേക്കറിന് കുറച്ച് വാമപ്പ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ ഡയറക്റ്റ് ഓൺ ആയ കാരണം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം. ഓ, ഈ റോബോട്ട് എക്സസൈസ് ചെയ്യാൻ പോവാണെന്നോ? എന്തിനാ വാമപ്പ് ചെയ്യുന്നേ? ഇതെന്തൊരു കഷ്ടമായത്. മാമാ കുഴപ്പമൊന്നുമില്ലല്ലോ. അനന്തരവനുള്ളപ്പോ ഈ അമ്മാവൻ എന്തെങ്കിലും പറ്റുവോ? നീ തന്നെ പറയടാ മോനെ. ഇനി വേഗം ചെന്ന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ട് വാ, അല്ലെങ്കിൽ നാട് മൊത്തം ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കും. അപകടം, അപകടം. അയ്യോ, ഈ കിളി എന്തിനാ എന്റെ പുറകെ വരുന്നത്? ആരെങ്കിലും രക്ഷിക്കണേ. അപകടം, അപകടം. ഓടിക്കോ, ഓടിക്കോ. നാട് മുഴുവൻ അതാകെ നാശമാക്കിക്കൊണ്ടിരിക്കുക. അനന്തരവാ, ആ റോബോട്ടിക് വുഡ് പെക്കറിനെ പിടിക്കാനേ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ആ വുഡ് പെക്കർ മരത്തിനടുത്ത് ആളുകൾ നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഓ, ഇന്ന് മിമിക്രി അങ്കിൾ കൊള്ളക്കാരന്റെ വേഷത്തിലാണോ? നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് പറയൂ. എവിടുന്നും വരുമല്ല, ഒരു മരം കൊത്തി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ മരം കൊത്തിയുടെ പുറകെ ഇറങ്ങിയിരിക്കുകയാണോ? തനിക്ക് നാണമില്ലേ? മരം കൊത്തികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്റെ മൂഡ് മൊത്തം നിങ്ങൾ നശിപ്പിച്ചു, കോടാമാക്കിയില്ലേ? അപകടം, അപകടം, അപകടം. മാമ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. കോജി അങ്കിളിന്റെ സഹായം വേണം. ഈ വുഡ് പെക്കറെ രക്ഷപ്പെടാൻ പാടില്ല. അനന്തരവാ, ഇന്നാ പിടിച്ചോണ്ട് എന്റെ ട്രീ കോസ്റ്റ്യൂം ഒന്ന് അകത്ത് കയറി നോക്കാമാവാ. കോടാലിയോ? ഇത് പ്ലാസ്റ്റിക്കാ. കോജി അങ്കിൾ, ആക്ടിങ് തുടങ്ങിക്കോ. അപകടം, അപകടം. അപകടം, അപകടം. അയ്യോ അയ്യോ അയ്യോ, അനന്തരവാ, വേഗം ഇതിനെ പിടിക്ക്, വേഗം പിടിക്ക്, രക്ഷപ്പെടാൻ പാടില്ല. ഓടുന്ന മരത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
മോനെ അനന്തരവാ, എന്താ ഈ ചെയ്തത്? ആ മരം കൊത്തിയെ കൂട്ടിലടയ്ക്കേണ്ടത്, അല്ലാതെ എന്നെ അല്ല. വണ്ടി ഒന്ന് നിർത്ത്. ഈ കൂടെടുക്കാനൊന്ന് സഹായിക്കാവോ? മാമ, ഈ തെങ്ങിനെ മാമൻ മുറുക്കെ പിടിച്ചോളണേ, ഒരിക്കലും വിടരുത്. അങ്കിള് ജീപ്പ് ഓടിക്കുമ്പോ ഈ കൂട് ഊരി വന്നോളും. അനന്തരവാ, നീ എന്തായി ചെയ്ത്? ഒന്നും പറയണ്ട, തന്റെ മരം കുത്തി എനിക്ക് തന്ന പണി കണ്ടില്ലേ? നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷയില്ല. യാ. അതെ, ഇത് ഞങ്ങളുടെ മാഡത്തിന്റെ പുതിയൊരു സ്റ്റൈൽ അല്ലയോ? അതെ മാഡം, മേക്കപ്പ്. ആ? ആ. എടോ കണാര കോജി, എനിക്കൊരു സന്ദേശം കിട്ടിയിട്ടുണ്ടല്ലോ. നീ ഒരു വുഡ് പെക്കറിനെ ഫണ്ടൂഷ് നഗർ മുഴുവനും കറങ്ങാൻ വിട്ടിരിക്കുകയാണെന്ന്. എന്താണാവോ നിന്റെ ഉദ്ദേശം? പറയൂ. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒന്നുകിൽ നീ ആ വുഡ് പെക്കറിനെ കൂട്ടിലടയ്ക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ അടയ്ക്കും. രണ്ടിലേതാണ് വേണ്ടതെന്ന് തീരുമാനിച്ചോളുക. ആലോചിക്കാൻ ഞാൻ ഒരു ദിവസം സമയം തരാം. രണ്ടിലൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാ മതി. എന്ത് പറയുന്നു? കോജി അങ്കിൾ, ഡോണ്ട് വരി. എന്റെ കയ്യില് വേറെ ഒരു പ്ലാൻ ഉണ്ട്. പഴയ പ്ലാനിൽ കൂടെ ചെറുതായിരുന്നു. ഇത്തവണ നമ്മള് വലിയ പ്ലാനുമായിട്ട് പോകും. ഇരുമ്പുകൊണ്ടുള്ള ഒരു വലിയ നെറ്റ് വേണം. പോലീസ് മാഡം ഞങ്ങളെ സഹായിക്കില്ലേ? എടാ കൊച്ചിയർക്ക, എന്താ വേണമെന്ന് പറയും, ഞാൻ ചെയ്യാം. അപകടം, അപകടം. വല എറിഞ്ഞോ? കണാരം പക്ഷി, രക്ഷിക്ക്, നീ ഒന്ന് താഴെ ഇറങ്ങ. അയ്യോ, എനിക്ക് വയ്യേ, അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് എല്ലാം പോകും. നമ്മള് ശരിക്കും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മള് മുകളിൽ നിന്ന് ഇപ്പൊ താഴെ വീഴും. ഈ മരം കുത്തി ആരെങ്കിലും ചെന്ന് തടയേ. നിക്ക്. പ്ലെയിനിൽ ഓട്ടയിട്ടാൽ പിന്നെ എല്ലാരും നശിച്ചു പോകും. ഇനി ഒരേ ഒരു വഴിയുള്ളൂ. എങ്ങനെയെങ്കിലും അതിനെ പച്ച വട്ടം ഞെക്കണം. ഐഡിയ. എവരിബഡി റെഡി? ഐഡിയ ആക്ടിവേറ്റ്. അപകടം, അപകടം.
സോറി ചേച്ചി, ടിക്കറ്റ് എടുക്കാതെ അറിയാതെ അകത്ത് വന്നതാ. കുഴപ്പമില്ലല്ലോ. എല്ലാരും എത്തിയോ? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാവരും വന്നു സാറേ. ബാക്കിയുള്ളവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നതാ നല്ലത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? പെർഫെക്റ്റ്. ഓക്കേ.